ആരോഗ്യപൂർണമായ സമൂഹത്തെ വാർത്തെടുക്കാനും ആരോഗ്യ പരിപാലനം എല്ലാവർക്കും സാധ്യമാക്കാനും കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചാണ് മുണ്ടക്കയത്ത് ഓപ്പൺ ജിം പ്രവർത്തനം ആരംഭിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും സാധാരണക്കാരെ മുക്തമാക്കാൻ ഓപ്പൺ ജിം എന്ന ആശയം മുണ്ടക്കയത്തും യാഥാർത്ഥ്യമാക്കിയത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷനിൽ 2022-23 സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡിവിഷൻ മെമ്പർ PR അനുപമയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തി മുണ്ടക്കയം ബൈപ്പാസ് പാതയോരത്ത് നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന്റെ പ്രവർത്തനം ജൂലൈ 16-ന് ആരംഭിക്കും. ഡിവിഷനിലെ ത്രിതല സംവിധാനത്തിൽ ഇത് ആദ്യമായാണ് ജിം യാഥാർത്ഥ്യമാകുന്നത്. കെട്ടിട നിർമ്മാണം എഞ്ചിനീയർ വിഭാഗവും ഉപകരണങ്ങളുടെ സ്ഥാപിക്കൽ സാമൂഹ്യനീതി വകുപ്പുമാണ് നിർവഹിച്ചത്. പദ്ധതി കൂടുതലായും ലക്ഷ്യമാക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. മാത്രമല്ല രാവിലെയും വൈകുന്നേര സമയങ്ങളിൽ ധാരാളമായി നടത്തക്കാർ ബൈപ്പാസ് പാതയാണ് വിനിയോഗിക്കുന്നത്. ഇവർക്ക് കൂടുതലായും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ശാരീരിക ആരോഗ്യത്തിനുള്ള 10-ലധികം ഉപകരണങ്ങളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിനൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യമായി വ്യായാമം ചെയ്യുന്നതിന് എല്ലാവർക്കും എത്തിച്ചേരുവാൻ സൗകര്യപ്രദമായ മുണ്ടക്കയം ബൈപ്പാസിൽ ജിം നിർമ്മിച്ചതെന്നും ഓപ്പൺ ജിമ്മിന്റെ പ്രവർത്തനം സുഗമമായ പ്രവർത്തനത്തിനും സംരക്ഷണത്തിനുമായി മുണ്ടക്കയം പഞ്ചായത്ത് നേതൃത്വത്തിൽ കുടുംബശ്രീ മുഖേനയും സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരെ കൂട്ടി ഗ്രൂപ്പ് രൂപീകരിച്ച് മികച്ച സൗകര്യമൊരുക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അനുപമ PR പറഞ്ഞു. 2022-23 സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്ന ഓപ്പൺ ജിമ്മാണിത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ കാണുന്നതാണ്. അപ്പം താൽക്കാലികമായി അത് തുറന്നു കൊടുക്കുകയാണ്. ഇതിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പൊതുപ്രവർത്തകരുടെയും ഒക്കെ ഒരു സഹകരണത്തോടു കൂടി ഇത് വിപുലീകരിച്ച് കൂടുതൽ മനോഹരമാക്കണം എന്ന തരത്തിലാണ് ഇതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് 2 വകുപ്പുകൾ ചേർന്നാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് 10 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. 5 ലക്ഷം രൂപയുടെ വർക്ക് LSGD വിഭാഗവും 5 ലക്ഷം രൂപയുടെ സാമൂഹ്യനീതി വകുപ്പുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന മെഷീൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തത് സാമൂഹ്യനീതി വകുപ്പാണ്. ഇതിൻ്റെ സ്ട്രക്ചറും ബിൽഡിങ് ചെയ്തിരിക്കുന്നത് LSGD ആണ്. അപ്പം 2 വകുപ്പായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു താമസവും കൂടി വന്നു. ആദ്യം സ്ട്രക്ചർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ജിം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മലയോര മേഖലയെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചതും അതുപോലെ തന്നെ രാവിലെ നടക്കുന്ന ആളുകളും ഒക്കെയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതുകൂടാതെ മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭ്യമാക്കാവുന്നതാണ്. ഇത് ഓപ്പൺ ജിം ആയതുകൊണ്ട് തന്നെ മറ്റ് കൊമേഴ്സ്യൽ ജിമ്മിനെ വെച്ച് ഒരിക്കലും താരതമ്യം ചെയ്ത് കാണരുതെന്നാണ് പറയാനുള്ളത്. കാരണം ഇത് എക്സസൈസ് ചെയ്യാനും ജസ്റ്റ് വാമപ്പ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്പൺ ജിമ്മിന് പറ്റിയ ഉപകരണങ്ങളാണ് ഇവിടെ 10ഓളം ഉപകരണങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഇത് സ്ഥിരമായി വരുന്ന ആളുകളെ കൂട്ടി ഒരു ഗ്രൂപ്പായി ഫോം ചെയ്തു, അല്ലെങ്കിൽ തൊട്ടടുത്താണ് പഞ്ചായത്തിന് തന്നെ ടേക്ക് എ ബ്രേക്ക് സംവിധാനമുള്ളത്. അപ്പം പഞ്ചായത്തും ബ്ലോക്കും എല്ലാവരും കൂടി സംയുക്തമായിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളും മുന്നോട്ട് നോക്കും. സൊസൈറ്റി രൂപീകരിക്കുകയാണെങ്കിൽ കൂടുതൽ അവർക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് എപ്പോഴും ഇങ്ങനൊരു പദ്ധതി നമ്മുടെ പ്രദേശങ്ങളിൽ വരുമ്പോൾ ആളുകൾക്ക് പൊതുവേ ഒരു സംശയവും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉപയോഗിക്കാതെ പോകുമോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി മാറുമോ എന്നൊക്കെ ഒരു ചിന്താഗതിയുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് ഇതിൻ്റെ പ്രയോജനം ഇതിൻ്റെ ഭാഗമാകുന്ന ഓരോ ആളുകളും ചിന്തിക്കേണ്ടത് ഇത് നമ്മുടെ സ്ഥാപനമാണ്, ഞാനോ നീയോ എന്നതിനപ്പുറം ഇത് പൊതു ഇടമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഓരോ ആളുകൾക്കും അവകാശപ്പെട്ടതാണ്. കാർഡിയോ വർക്കൗട്ടും സ്ട്രെങ്തനിങ് ട്രെയിനിങ് ചെയ്യുന്നതിനും സൗകര്യമുള്ള 10ഓളം ആധുനിക മെഷീനുകളാണ് മഴയും വെയിലുമേൽക്കാത്ത റൂഫിന് കീഴിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വ്യായാമ മുറയ്ക്കുള്ള മെഷീനുകൾ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം PR അനുപമ. മുണ്ടക്കയം പാത കൂടുതൽ പ്രയോജനപ്രദവും ആസ്വാദകരമായി ആക്കുന്നതിന്റെ ഭാഗമായി അപ്പ് സൈക്കിൾ പാർക്ക് നിർമ്മാണത്തിനായി 10 ലക്ഷം രൂപ വകയിരുത്തി എസ്റ്റിമേറ്റ് നടപടികൾക്ക് തുടക്കമായതായും ജില്ലാ പഞ്ചായത്ത് അംഗം അറിയിച്ചു. 5 മണിക്കാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും എല്ലാവരും ഈ പ്രദേശത്തുള്ള ആളുകളും എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊരു അറിയിപ്പായി കൂടി കണ്ടുകൊണ്ട് ഈ പദ്ധതി വിജയകരമാക്കുന്നത് എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാവണം. ഇതുപോലുള്ള നിരവധി പദ്ധതികൾ നമുക്ക് ഇനിയും വരേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോവുക. ഇപ്പം ജിമ്മിനെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ പരിചിതമായ ഉപകരണങ്ങളാണ് ഇവയൊക്കെ തന്നെ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ
ആക്ച്വലി നമുക്ക് കണ്ട ഒരു സൈക്കിളായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നമ്മളിതൊരിക്കലും നമ്മുടെ ബോഡി വെയിറ്റ് പുള്ളി ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഒരിക്കലും മറ്റ് ജിമ്മിലെ പോലെ നമ്മൾ വെയിറ്റോ പ്ലേറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുതന്നെയാണ് ഓപ്പൺ ജിമ്മിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മാനുവലായിട്ടാണ് എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഉപകാരപ്പെടും എന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണം സാധ്യമാക്കുന്നത്. ഓപ്പൺ ജിം പദ്ധതി ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് അജിത രതീഷ് മുഖ്യപ്രഭാഷണം നടത്തും. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജോഷി മംഗലം, വാർഡ് മെമ്പർ ലിസി ജിജി, മറ്റ് ജനപ്രതിനിധികൾ, കക്ഷി രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കും.